യേശുക്രിസ്തുവിന്റെ നാമം ഈ പ്രഭാതത്തിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യായപ്രമാണത്തെക്കാൾ എത്രയോ ഉന്നതമാണ് ദൈവകൃപ എന്നുള്ളത് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ നാം ചിന്തിച്ചത് ഇപ്രകാരം അത് ക്രോഡീകരിച്ചാൽ ന്യായപ്രമാണം എപ്പോഴും പ്രവൃത്തി ആവശ്യപ്പെടുന്നു, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുവാനുള്ള പ്രവൃത്തിയുടെ പട്ടികയാണ് എപ്പോഴും പ്രമാണം നമുക്ക് വെച്ച് നീട്ടുന്നത്. എന്നാൽ കൃപ ചെയ്തു തീർത്ത പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മോട് പറയുന്നത്. അവിടെ മനുഷ്യനല്ല, മനുഷ്യന് വേണ്ടി, മനുഷ്യന് പകരം ദൈവം എല്ലാം ചെയ്ത് തികയ്ക്കുകയാണ്. അതുകൊണ്ടാണ് നാം പഠിച്ചു കഴിഞ്ഞത് സകലവും നിവൃത്തിയായി എന്നുള്ള കൃപയുടെ പ്രഖ്യാപനത്തെക്കുറിച്ച്. ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക, എന്നാൽ നീ ജീവിക്കും. ഇതായിരുന്നു ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ എന്ന് നാം കണ്ടു കഴിഞ്ഞു. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ഇതായിരുന്നു ന്യായപ്രമാണം നമുക്ക് നൽകിയ ഒരു മാനദണ്ഡം. ചെയ്യുന്നവൻ മാത്രം ജീവിക്കും, പ്രവർത്തിക്കുന്നവൻ രക്ഷപ്പെടും. അതിനർത്ഥം അർഹതയ്ക്കുള്ള അംഗീകാരം, തെറ്റിന് ശിക്ഷ, ജോലിക്ക് അതിന്റെ കൂലി. എന്നാൽ കൃപ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യാതൊരു വ്യവസ്ഥകളും കൂടാതെ നമ്മെ അംഗീകരിക്കുവാനും അർഹതയോ യോഗ്യതയോ കഴിവോ പ്രാപ്തിയോ മനുഷ്യന്റെ യാതൊരു സൽപ്രവൃത്തിയോ ഗുണങ്ങളോ നീതിയോ നന്മയോ ഒന്നും നോക്കിയിട്ടല്ല കൃപ നമ്മെ വീണ്ടെടുത്തത്, നമ്മെ സ്നേഹിക്കുന്നത്. നാം വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നാം ജീവിക്കും. അതാണ് കൃപ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ സമ്മാനം, പ്രതിഫലം എന്ന് പറയുന്നു. നാം ഈ ഭാഗങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ ഈ തിരുവചനങ്ങളെല്ലാം റോമാലേഖനം, ഗലാത്യലേഖനം, എബ്രായലേഖനം എന്നുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഈ ചിന്തകൾ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ന്യായപ്രമാണം എപ്പോഴും പാപത്തെ വെളിപ്പെടുത്തുന്നു, അനാവരണം ചെയ്യുന്നു, തുറന്നു കാട്ടുന്നു. ന്യായപ്രമാണത്തിന് മുമ്പിൽ ഏത് ഉത്തമനായ മനുഷ്യനും പാപിയാണ്. റോമാലേഖനം 7:7 പറയുന്നത് ന്യായപ്രമാണം കൂടാതെ പാപമില്ല എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ കൃപ പാപത്തെയല്ല, രക്ഷയാണ് വെളിപ്പെടുത്തുന്നത്. നമുക്കൊരു വാക്യം എല്ലാവർക്കും ഈ ദിവസങ്ങൾ ഒത്തിരി നമ്മുടെ തിരുസന്നിധി എന്ന് പറയുന്ന മോർണിംഗ് ഡിവോഷനിൽ നാം പഠിച്ചൊരു വാക്യമാണ് തീത്തോസ് ലേഖനം 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. രക്ഷാകരമായ ദൈവകൃപ, ശിക്ഷയെക്കുറിച്ചല്ല പ്രിയ സ്നേഹിതരെ. കൃപ പ്രതിപാദിക്കുന്നത് രക്ഷയെക്കുറിച്ചാണ്. അത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷാകരമായ പ്രവൃത്തി. അത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുന്നതാണ്. എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കണമെന്ന് കൃപ ഇച്ഛിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. കൃപയാൽ എല്ലാവരും സൗജന്യമായി വീണ്ടെടുക്കപ്പെടുന്നു, നീതീകരിക്കപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിലും ദൈവത്തിന്റെ ചിന്തകൾ മനസ്സിലാക്കുന്ന, പഠിക്കുന്ന, ശോധന ചെയ്യുന്ന പ്രിയമുള്ളവരെ, ഒരിക്കലും ശിക്ഷാപതിയുടെ ശുശ്രൂഷയല്ല പുതിയ നിയമ ശുശ്രൂഷ. നാം ധാരാളം പ്രാവശ്യം കേട്ടത് യഥാർത്ഥത്തിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് തന്നെ ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ്. 2 കൊരിന്ത്യർ ലേഖനം 3:9 ദ മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ. റോമാലേഖനം 3:19 ന്യായപ്രമാണം നൽകപ്പെട്ടപ്പോൾ തന്നെ 3000-ഓളം പേർ ന്യായപ്രമാണ ലംഘനത്താൽ വധിക്കപ്പെട്ടു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം ആ ഒരു സ്റ്റോറി കാണാൻ കഴിയും. എന്നാൽ എഫേസ്യ ലേഖനം 1:7-8 വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നു: കൃപയോ പാപങ്ങളെ ക്ഷമിക്കുന്നു. കൃപയിൽ പാപികൾ ശിക്ഷിക്കപ്പെടുന്നില്ല. പാപിയുടെ എല്ലാ പാപങ്ങളും കൃപ എന്നേക്കുമായി ക്ഷമിക്കുകയാണ്. അതുകൊണ്ടാണ് കൃപ വെളിപ്പെട്ട ദിവസം 3000-ഓളം പേർ രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്നു. ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും നാം പഠിക്കുന്നതും വീണ്ടും കേൾക്കുന്നതും ഒരിക്കൽ കൂടെ ഇത് പറയുവാൻ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ വചനങ്ങൾ തറയ്ക്കണം. ജീവന്റെ ആത്മാവിന്റെ ഒരു പുതിയ പ്രമാണം എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം മാറി, ബുദ്ധിയുടെ പ്രമാണം മാറി. പഴയ കല്ലിൽ എഴുതിയ ന്യായപ്രമാണത്തെ മായ്ച്ചു നീക്കി. അതോടുകൂടി എല്ലാ നിയമസിദ്ധാന്തങ്ങളെയും അത് റദ്ദ് ചെയ്തു, ക്രൂശിൽ തറച്ചു, കൈയെഴുത്തു മായ്ച്ചു. നിങ്ങൾക്ക് വിരോധവും പ്രതികൂലമായിരുന്ന എഴുത്തായിരുന്നു, മായ്ച്ചു. കാരണം എനിക്ക് വേണ്ടി, എന്റെ നല്ല നടപ്പിന് വേണ്ടി, എന്റെ നീതിക്ക് വേണ്ടി, എന്റെ നന്മയ്ക്ക് വേണ്ടി, എന്നെ യോഗ്യനാക്കാൻ വേണ്ടി നൽകിയ പ്രമാണമാണ്. പക്ഷേ അനുസരിക്കേണ്ട ഞാൻ പാപിയാണ്. പ്രമാണം എന്നെ സഹായിക്കുന്നില്ല. പ്രമാണത്തിന് എന്റെ നടപ്പിനെയോ ജീവിതത്തെയോ ശൈലികളെ ക്രമപ്പെടുത്താൻ കഴിയുന്നില്ല. ഇന്നും വിശ്വാസികൾ ഈ പ്രതിസന്ധിയിലാണ്. നാം അറിഞ്ഞോ അറിയാതോ പല പ്രമാണങ്ങളാൽ ഭൂരിപക്ഷം പേര് കുടുങ്ങി കിടക്കുകയാണ്. കർത്താവിനെ സേവിക്കണം, സ്നേഹിക്കണം, അനുഗമിക്കണം, ശുദ്ധ മനസാക്ഷിയിൽ പിൻപറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. തീരുമാനങ്ങൾ എടുത്തൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം പരിശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പരിശ്രമവും അധ്വാനവും അവസാനിപ്പിക്കുന്നിടത്ത് ദൈവം നമുക്ക് വേണ്ടി തുടങ്ങും. അതുകൊണ്ടാണ് കൃപ നിങ്ങളുടെ ജീവനിൽ വാഴുന്നത്. യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിൽ ജീവിക്കുകയാണ്. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങൾ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം ഒത്തിരി പ്രാവശ്യം പഠിച്ചൊരു വാക്യമാണ് 1 കൊരിന്ത്യർ ലേഖനം 1:30. അവൻ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നീതിയും വീണ്ടെടുപ്പും ജ്ഞാനവും വിശുദ്ധീകരണവും ഒക്കെ ആയി കർത്താവ് തീർന്നു. ഈ പ്രഭാതത്തിലും പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഈ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിനായി നിങ്ങളെ സമർപ്പിക്കുമ്പോൾ ആത്മാവിന്റെ കർത്തൃത്വം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഇത് കേവലം ഒരു രാവിലെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസത്തിന് വേണ്ടിയും അന്നത്തെ ഒരു ജീവിതത്തിന്റെ വിടുതലുകൾക്ക് വേണ്ടി മാത്രം ലഭിക്കുന്ന ഒരു ഡിവോഷൻ മെസ്സേജ് അല്ല. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ ആത്മതലങ്ങളെ തൊടുന്ന, നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന, നിങ്ങൾക്കൊരു പുതിയ ആത്മീക വെളിപ്പാട് സമ്മാനിക്കുന്നു. വിശ്വാസത്തിന്റെ പുതിയ വാതായനം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. വെളിപ്പാടിന്റെ പുതിയ കലവറയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. ആത്മീക ദർശനങ്ങളുടെ ഔന്നത്യങ്ങളിലേക്ക് നിങ്ങളെ
ആനയിക്കുന്ന, നിത്യതയുടെ കാഴ്ചപ്പാടിലേക്ക് നിങ്ങളെ ഉയർത്തുന്ന ഈ പുതിയ നിയമത്തിന്റെ, ഈ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുവാൻ ദയവായി ഈ വചന കേൾവി നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപയുടെ കാലയളവിൽ കൃപ ധാരാളമായി ആസ്വദിച്ച് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവാണ് നമുക്ക് അതിനുള്ള ശക്തിയും കൃപയും നൽകുന്നത്. ദൈവാത്മാവിന്റെ കർത്തൃത്വത്തിന് കീഴടങ്ങുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധിപദേശിക്കുമ്പോൾ ഒരു ഉദാഹരണത്തിൽ വളരെ വേഗം ഞാൻ ഇന്നത്തെ ഈ ഷോർട്ട് മെസ്സേജ് ഉപസംഹരിക്കട്ടെ. നമ്മളെല്ലാവരും വാച്ച് ഉപയോഗിക്കുന്നവരും ക്ലോക്കുകൾ നമ്മുടെ സമയത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മളെല്ലാവരും അതിന്റെ ഉപയോഗം എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഒരു ക്ലോക്കിനും ഒരു വാച്ചിനും നിങ്ങളുടെ സമയത്തെ ക്രമപ്പെടുത്തുവാനോ നേരത്തെ ആക്കുവാനോ അല്ലെങ്കിൽ ആ സമയത്തെ നിങ്ങളെ ചിട്ടപ്പെടുത്തി കൃത്യസമയത്ത് നിങ്ങളെ എത്തിക്കുവാൻ ക്ലോക്കുകൾക്ക് കഴിയത്തില്ല, വാച്ചിന് കഴിയത്തില്ല. നിങ്ങളൊരു സഭാ ആലയത്തിൽ 10 മണിക്കുള്ള ആരാധനയ്ക്ക് വരുവാൻ സമയം ആവശ്യപ്പെടുമ്പോൾ, അപ്രകാരം ഒരു നിയമത്തിന്റെ കീഴിൽ നിങ്ങളായിരിക്കുമ്പോൾ, നിങ്ങൾ 10:30 ചെന്നാലും 11 ചെന്നാലും ആ ക്ലോക്കുകൾക്ക് നിങ്ങളുടെ സമയത്തെ വേഗതപ്പെടുത്തുവാനോ നിങ്ങളുടെ കാലടികളുടെ ഗമനാഗമനങ്ങളെ ശീഘ്രമാക്കുവാനോ ക്ലോക്കുകൾക്ക് കഴിയത്തില്ല. നിങ്ങൾ ആലയത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ 10 മിനിറ്റ് താമസിച്ചു, 30 മിനിറ്റ് താമസിച്ചു, 40 മിനിറ്റ് താമസിച്ചത് ക്ലോക്കിന് നമ്മെ ചൂണ്ടിക്കാണിക്കുവാനേ കഴിയത്തുള്ളൂ. അതിനർത്ഥം ഒരു ക്ലോക്കും എന്റെ വേഗതയോ എന്റെ ജീവിതത്തിന്റെ സ്പീഡിനെ ചലനാത്മകമാക്കുവാൻ ക്ലോക്കുകൾക്ക് കഴിയത്തില്ല. ഞാൻ ആ ആലയത്തിൽ ചെല്ലുമ്പോൾ ഇത്ര സമയം താമസിച്ചാ വന്നത് അല്ലെങ്കിൽ നേരത്തെ വന്നു എന്ന് ക്ലോക്ക് നമ്മളോട് പറയും, വെളിപ്പെടുത്തും. അതുപോലെ നാം മുഖം നോക്കുന്ന കണ്ണാടി നമ്മുടെ മുഖത്തെ പാടുകളും മുഖത്തിന്റെ വിരൂപമായ അവസ്ഥകളും നമുക്ക് മുഖത്ത് വരുത്തേണ്ട മാറ്റങ്ങളും ഒക്കെ കണ്ണാടി നമ്മളെ വെളിപ്പെടുത്തി നൽകും. പക്ഷെ ഒരു കണ്ണാടിയും നമ്മുടെ അഴുക്കിനെ മായ്ക്കത്തില്ല. പാടുകളെ നീക്കുവാൻ കണ്ണാടിക്ക് ശക്തിയില്ല. കണ്ണാടി ഒരിക്കലും ഒരാളെ ശുദ്ധീകരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ വ്യത്യാസം മനസ്സിലായി കാണും. ന്യായപ്രമാണം ഒത്തിരി അരുതുകളുടെ, അല്ലെ എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം എന്നുള്ള ആജ്ഞകളുടെ ഒരു സമാഹാരമാണ്. അതിൽ കൂടുതലും ദൈവത്തിന്റെ വിലക്കുകളും കൽപ്പനകളുമാണ്. എന്നാൽ കൃപയാകട്ടെ ദൈവത്തിന്റെ അപേക്ഷകളും പ്രബോധനങ്ങളുമാണ്. ഈ പ്രഭാതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ കാരണമായി തീരും. ഈ വചനഭാഗങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. വളരെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് കർത്താവ് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.